ഓഡിറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേംസ്. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഓഡിറ്റ് എങ്ങനെയെന്നാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഒരിക്കലും തന്നെ എന്തല്ല, നിർബന്ധമായി ചെയ്യേണ്ട കമ്പൽസറി ആയിട്ടുള്ളൊരു ഓഡിറ്റ് അല്ല. ഒരിക്കലും തന്നെ കമ്പൽസറി ആയിട്ടുള്ള ഓഡിറ്റ് അല്ല പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഓഡിറ്റ്. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഓഡിറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് പൊതുവെയുള്ള മനസ്സിലാക്കേണ്ട കാര്യം. ബട്ട് ഇൻ പ്രാക്ടീസ് മോസ്റ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം ഗെറ്റ് ദെയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ്. പക്ഷേ എന്ത് ചെയ്യും, പാർട്ണർഷിപ്പ് ഫേം എന്നുള്ള നിലക്ക് അവരുടെ പാർട്ട്നേഴ്സ് അവരുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യിക്കുന്നുണ്ട്. അത് ഒരാൾ മാത്രമുള്ള ബിസിനസ് അല്ല പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യപ്പെടും, പരസ്പരമുള്ള വിശ്വാസം, അത് ഒരു ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളില്ലാതെ പോകാനൊക്കെ ഒരു ബിസിനസ്സിന് സാധിക്കുന്നത് ഓഡിറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ്. അതിനു വേണ്ടിയാണ് ഒന്ന് പ്രധാനമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് ഓഡിറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഈസ് മാൻഡറ്ററി. ഓഡിറ്റ് ഫേമിൻ്റെ ടാക്സ് ഓഡിറ്റ് എന്താണ്, മാൻഡറ്ററി ആണ്. അത് ഇഫ് ദി ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീറ്റ് സീഡ്സ് ₹1 crore, ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ് 1 crore കൂടുതലുള്ള ബിസിനസ് ആണെങ്കിൽ, അതേപോലെ ₹25 lakh ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ, 25 lakh ഉള്ള പ്രൊഫഷൻസ് ആണെങ്കിലും അവയുടെ ടാക്സ് ഓഡിറ്റ് എന്താണ്, കമ്പൽസറി ആണ്. അത്തരം ഫേമിൻ്റെ എന്ത് ചെയ്യും, ഓഡിറ്റ് നിർബന്ധമായിട്ടുള്ള ഓഡിറ്റാണെന്ന്. അപ്പം അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ പാർട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. പാർട്ണർഷിപ്പ് ഫേമിന് എന്തുണ്ടായിരിക്കും, അതിന് വ്യത്യസ്ത പാർട്ട്നേഴ്സ് ആയിരിക്കും, ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കും, പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ, അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തുടങ്ങി അതിൻ്റെ ഡിസൊല്യൂഷൻ, മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് ഓഡിറ്റർ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തൊക്കെയാണ് ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് നമ്മൾ ഓരോന്നായിട്ട് വഴിയായിട്ട് പറയാം. ആദ്യമായി, ഫോളോയിങ് പോയിന്റ്സ് നീഡ് ടു കൺസിഡേർഡ് ബൈ ആൻ ഓഡിറ്റർ വൈൽ കണ്ടക്ടിങ് ഓഡിറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ്. ഏതൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റർ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് പാർട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് ഫേം. ഏറ്റവും ഫസ്റ്റുള്ള കാര്യം, പാർട്ണേഴ്സിൻ്റെയും ഓഡിറ്ററുടെയും ഫേമും തമ്മിലുള്ള അഗ്രിമെൻറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലായിരിക്കും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്തൊക്കെ ഡ്യൂട്ടീസാണ്, എന്തൊക്കെ റൈറ്റ്സാണ് ഓഡിറ്റർക്ക് ഉള്ളത് എന്ന് അവരുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എഗ്രിമെൻ്റാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. ഓഡിറ്റ് എഗ്രിമെൻ്റാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം. പരിശോധിക്കേണ്ടതല്ല, ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അഗ്രിമെൻ്റ് ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് ഫേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സും എന്താണ്, ഈ ഓഡിറ്ററുടെ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്.
He should be equally fair to each partner of the firm. ഇയാൾ എന്തായിരിക്കണം, എല്ലാ പാർട്ണറോടും ഒരേ നിലപാടുള്ള ആളായിരിക്കണം. ഈവൻ ഇഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് മേ ബി ഡ്യൂ ടു എഫേർട്സ് ഓഫ് സിംഗിൾ പാർട്ണർ ഓൺലി. ഒരു പാർട്ണർ മാത്രമാണ് ഓഡിറ്റർ നിയമിച്ചതെങ്കിൽ കൂടി എല്ലാ പാർട്ണറോടും തുല്യമായിട്ടുള്ള പരിഗണന ഫെയർ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കണം എന്നാണ് മറ്റൊരു കാര്യം. He should be equally fair to each partner of the firm, even if his appointment may be due to efforts of single partner only. സിംഗിൾ പാർട്ണർ എഫേർട്സ് കൊണ്ട് മാത്രമാണ് അപ്പോയിൻമെൻറ്റ് നടന്നതെങ്കിൽ കൂടി he should be equally fair to each partner of the firm. ഈക്വലി ഫെയർ ആയിരിക്കണം partner of the firm. Then പിന്നെ പറയുന്നത് an auditor might at times be required to do bookkeeping work. Also, thus his scope of work should be clearly defined in writing to avoid future dispute. ഓഡിറ്റർ ചിലപ്പോൾ ബുക്ക് കീപ്പിംഗ് വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അത് അഗ്രിമെൻറ്റിൽ പറയുന്ന പോലെയാണ്. സ്കോപ്പ് ഓഫ് വർക്ക് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും അഗ്രിമെൻറ്റിൽ. ആ അഗ്രിമെൻറ്റിൽ സ്കോപ്പ് ഓഫ് വർക്ക് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സിനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഓഡിറ്റർ മൈറ്റ് അറ്റ് ദ ടൈംസ് ടു ബി റിക്വയർഡ് ടു ഡു കീപ്പിംഗ് വർക്ക് ഓൾസോ. ദി സ്കോപ്പ് ഓഫ് വർക്ക് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. സ്കോപ്പ് ഓഫ് വർക്ക് അത്തരം ഘട്ടത്തിൽ ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. ഇൻ റൈറ്റിംഗ് ടു അവോയ്ഡ് ഇൻ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, സ്കോപ്പ് ഓഫ് വർക്ക് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണമെന്നാണ്. ഓഡിറ്റർ മൈറ്റ് അറ്റ് ടൈംസ് ടു ബി റിക്വയർഡ് ടു ഡു ബുക്ക് കീപ്പിംഗ് വർക്ക് ഓൾസോ. ചിലപ്പോൾ ബുക്ക് കീപ്പിംഗ് വർക്കും ഓഡിറ്റർ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും അത് സ്കോപ്പ് ഓഫ് വർക്ക് ക്ലിയർലി ഡിഫൈൻ ചെയ്ത് ഇരിക്കണം. മറ്റൊന്ന്, a written report should be submitted by auditor at the end. എല്ലാ ഓഡിറ്റിൻ്റെ അവസാനം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഓഡിറ്റ് ആയിക്കോട്ടെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് ആയിക്കോട്ടെ, ട്രസ്റ്റിൻ്റെ ഓഡിറ്റ് ആയിക്കോട്ടെ, ഏത് സ്ഥാപനത്തിൻ്റെ ഓഡിറ്റ് ആണെങ്കിലും ഇവിടെയൊക്കെ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ ആരാണോ അപ്പോയിൻറ്റിങ് അതോറിറ്റി, ആരെയാണോ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റർ, ആരാണോ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ അപ്പോയിൻറ്റ് ചെയ്ത ആൾക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഓഡിറ്റർ അഗ്രിമെൻറ്റ്, ഓഡിറ്റർ ഫീ ഈക്വലി ട്രീറ്റ് ചെയ്യുക. Auditor might at times to be required to do bookkeeping. The scope of work should be clearly defined. Written report should be submitted. An auditor should carefully read the partnership deed and note down all the important provisions of regarding. ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, പാർട്ണർഷിപ്പ് ഡീഡ് ക്ലിയർലി എന്ത് ചെയ്തിരിക്കണം, റീഡ് ചെയ്തിട്ടായിരിക്കണം. ആൻഡ് നോട്ട് ഡൗൺ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് റിഗാർഡിങ്. ഇത് എന്നിട്ട് ഈ പ്രൊവിഷൻസൊക്കെ എന്ത് ചെയ്തിരിക്കണം, ഇതായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസൊക്കെ ഡൗൺ ചെയ്യണം, മനസ്സിലാക്കണം. അതിലൊന്നാമത്തതാണ് നാച്ചർ ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസ്സാണ് പാർട്ണർഷിപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. പാർട്ണർഷിപ്പിൻ്റെ ബിസിനസ് ഏത് തരം ബിസിനസ്സാണ്
എന്ന് പാർട്ണേഴ്സ് ഇൻ ഓഡിറ്റർ മനസ്സിലാക്കി വെക്കൽ ഓഡിറ്റിങ്ങിന് അത്യാവശ്യമാണ്. നേച്ചർ ഓഫ് ബിസിനസ് പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും ഏത് തരം ബിസിനസ്സിലാണ് പാർട്ണേഴ്സ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ആ നേച്ചർ ഓഫ് ബിസിനസ് ഓഡിറ്റർ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യം. 2, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും ഒക്കെ ഏത് റേഷ്യോയിലാണ് പങ്കുവെക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലോസിൻ്റെ എത്ര ശതമാനം റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ണേഴ്സിന് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നത്. പാർട്ണേഴ്സിന് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് അവരുടെ ക്യാപിറ്റലിന് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ക്യാപിറ്റലിന് പ്രോഫിറ്റ് മാത്രമല്ല, ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, കൊടുക്കാം. അത്തരത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് എന്ന് പാർട്ണർഷിപ്പ് ഡീഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓഡിറ്ററുടെ ചുമതല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമല്ല ഓഡിറ്റർ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി ഓഡിറ്റർ മനസ്സിലാക്കും. ഡ്രോയിങ്സ് പിൻവലിക്കുന്നുണ്ടെങ്കിൽ, ക്യാപിറ്റലൊക്കെ പിൻവലിക്കുന്ന സമയത്ത് ആ ഡ്രോയിങ്സിനൊരു ഇൻട്രസ്റ്റ് പാർട്ണർഷിപ്പ് ഫേം ഈടാക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഈടാക്കുന്നതിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയും. ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് എത്ര രൂപയാണ്, എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യാറ് എന്നുള്ളത് പാർട്ണർഷിപ്പ് ഡീഡ് നോക്കി മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഓഡിറ്റർ ചുമതലയാണ്. പിന്നെ ലോൺസ് ആൻഡ് ഡ്രോയിങ്സ്. ലോൺസ് എത്ര ഉണ്ട്, ഡ്രോയിങ്സ് എത്ര ഉണ്ട്, എത്ര ലോൺ ഉണ്ട്, എത്ര ഡ്രോയിങ്സ് ഉണ്ട്, പണസിൻ്റെ ഡ്രോയിങ്സ് എത്ര ലോൺസ് ഉണ്ട് എന്നുള്ളത്. ബിസിനസ് ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവാം. ഇത്തരത്തിലുള്ള ലോൺസ് എത്ര ഉണ്ട്, എത്ര ഡ്രോയിങ്സ് പാർട്ണേഴ്സ് ഡ്രോവേഴ്സായിട്ട് പാർട്ട്നേഴ്സിൻ്റെ ഡ്രോവേഴ്സ് ആയിട്ട് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ ഓഡിറ്റർ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡ് നോക്കിയാൽ തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ബോറോയിങ് പവർ ഓഫ് പാർട്ണർ. ഒരു പാർട്ണറുടെ ബോറോയിങ് പവർ എത്രയാണ്? പാർട്ണർക്ക് വായ്പയായിട്ട് സ്വരൂപിക്കാൻ പറ്റുന്ന ഒരു പരിധിയെ എന്ത് വിളിക്കുന്നത്, ബോറോയിങ് പവർ ഓഫ് പാർട്ണർ എന്ന് വിളിക്കും. ആ ബോറോയിങ് പവർ എത്രയാണെന്നുള്ളത് അത് പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും.
തന്നെ സാലറി ആൻഡ് റെമ്യൂണറേഷൻ. പാർട്ട്നേഴ്സിന് എന്തുണ്ടായിരിക്കും? സാലറിയും റെമ്യൂണറേഷനും കൊടുക്കും. പാർട്ട്നേഴ്സ്, ആക്റ്റീവ് പാർട്ട്നേഴ്സിന് ഒരു നിശ്ചിത സംഖ്യ സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ സാലറി, പാർട്ട്നേഴ്സിൻ്റെ സാലറി, അതിലുള്ള സാലറി അതിൻ്റെ റെമ്യൂണറേഷൻ, ഇതും പാർട്ട്നേഴ്സിൻ്റെ ഡീഡിൽ വെച്ച് നോക്കി ഓഡിറ്റർ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ദെൻ ക്യാപിറ്റൽ ഓഫ് ദി പാർട്ട്ണർ. പിന്നെ മനസ്സിലാക്കേണ്ടതാണ് പാർട്ട്ണർ ക്യാപിറ്റൽ എത്ര എന്നുള്ളത്. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ എത്ര, ഓരോ പാർട്ട്ണറും എത്രയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കിയാൽ തന്നെയാണ് ക്യാപിറ്റൽ ഓഫ് ദി പാർട്ട്ണർ എന്ത് ചെയ്യുക മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കി ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ദെൻ റെസ്ട്രിക്ഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് പാർട്ട്ണർ. പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സിലുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പാർട്ട്നേഴ്സിന് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നില്ല, അല്ല ഏതെങ്കിലും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസ്ട്രിക്ഷൻസും ഓഡിറ്റർ മനസ്സിലാക്കി വെക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്. ബേസിസ് ഓഫ് വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ വാല്യൂഷൻ ഏതാണ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണോ, ഏത് മെത്തേഡാണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതും പാർട്ട്ണർഷിപ്പ് ഡീഡ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടാകും. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഡെത്തിൻ്റെ സമയത്തോ റിട്ടയർമെൻറ്റ് സമയത്തോ അഡ്മിഷൻ്റെ സമയത്തോ ഏത് ഘട്ടത്തിലാണെങ്കിലും ഗുഡ് വില്ല് വാല്യുവേഷൻ നടത്തേണ്ടി വരും. ആ ഗുഡ് വില്ല് വാല്യുവേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ബേസ് ഏതാണെന്നുള്ളത് അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കി എന്ത് ചെയ്യണം, ഓഡിറ്റർ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. 1932 പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചുള്ള പ്രൊവിഷൻസ് ആണ് പിന്നീട് പറയുന്നത്. പാർട്ണർഷിപ്പ് ഡീഡ് ചില കാര്യത്തിൽ ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും. ആൻ ഓഡിറ്റർ ഷുഡ് കൺസിഡർ ദി ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. അത്തരം ഘട്ടത്തിൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രൊവിഷനാണ് അവിടെ ബാധകം. വെൻ ദ ഡീഡ് ഈസ് സൈലൻ്റ് ഇൻ ദി പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇത് ഡീഡ് എന്നുള്ളത് ഡീഡ് ഒന്നും പറയുന്നില്ല എങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്, പാർട്ണർഷിപ്പ് ആക്ട് ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിച്ചതാണ്. പാർട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആയ ഘട്ടത്തിൽ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഉള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. Partners are entitled to share profit and loss of the firm equally. പാർട്ണർഷിപ്പ് ഡീഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തായിരിക്കും, ഫേം ഈക്വലി ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തത് പാർട്ട്നേഴ്സ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി റെമ്യൂണറേഷൻ. പാർട്ണർ എന്തില്ല, ഒരു തരത്തിലുള്ള റെമ്യൂണറേഷനും അർഹത ഉണ്ടായിരിക്കില്ല. ദെൻ partner is not only entitled to get interest 6% on the amount advanced by him in addition to his share of capital. ഒരു ഷെയർ ഓഫ് ക്യാപിറ്റലിൻ്റെ മുകളിൽ 6% ഇൻട്രസ്റ്റ് മാത്രമാണ് അനുവദനീയമായിട്ടുള്ള പരിധി. അതിലപ്പുറം എന്തില്ല, അനുവദിക്കില്ല. Goodwill is to be included in asset at time of dissolution of the firm. ഗുഡിൽ എന്തിൽ ഉൾപ്പെടുത്തും, അസറ്റ്സിൽ ഉൾപ്പെടുത്തും ഡിസൊല്യൂഷൻ്റെ ഘട്ടത്തിൽ. ആഫ്റ്റർ ഡിസൊല്യൂഷൻ ലോസസ് ആൻഡ് ഡെഫിഷ്യൻസീസ് ആർ ടു ബി പെയ്ഡ് ഫസ്റ്റ് ഫ്രം പ്രോഫിറ്റ് നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഡിസൊല്യൂഷൻ്റെ സമയത്ത് ലോസും ഡെഫിഷ്യൻസീസും ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റിൽ നിന്ന് ആദ്യം പെയ്ഡ് ചെയ്യുന്നു, പിന്നെ ക്യാപിറ്റലിൽ നിന്ന് പെയ്ഡ് ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് ഇഫ് നെസറി ആവശ്യമാണെങ്കിൽ ബൈ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പാർട്ട്നേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും
നിന്നും എന്ത് ചെയ്യുന്നു, ആ ലോസ് കവർ ചെയ്യാനുള്ള ഇത് ചെയ്യാണ് ചെയ്യുന്നത്. Every partner has implied authority to bind the firm to act done in usual course of business. ഏതൊരു പാർട്ണറും എംപ്ലോയിഡ് അതോറിറ്റി ഉണ്ട് ടു ബൈൻഡ് ദി ഫേം ഫോർ ആക്ട്സ് ഡൺ ഇൻ യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ്. ഡേറ്റോടെ ബിസിനസ്സിന് വേണ്ടി വരുന്ന ആക്റ്റുകൾ ചെയ്യുക എന്നുള്ളതിന് ഒരു എല്ലാ പാർട്ണറും എന്താണ് അതോറിറ്റി ഉണ്ടായിരിക്കും. No partner has an implied authority to submit a dispute related to business to arbitration. ഒരു പാർട്ണർക്കും എന്തില്ല, ഇംപ്ലൈഡ് അതോറിറ്റി ഇല്ല ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആർബിട്രേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി. ടു ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഓൺ ഹിസ് പേഴ്സണൽ നെയിം, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ പേഴ്സണൽ നെയിമിൽ ബാങ്ക് അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ഫേമിന് വേണ്ടിയിട്ട് പേഴ്സണൽ നെയിമിലൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ. ടു കോംപ്രമൈസ് ഓഫ് ക്ലെയിം വിച്ച് ഫേം മേ ഹാവ് അഗേൻസ്റ്റ് തേർഡ് പാർട്ടി, ഏതെങ്കിലും ഒരു ക്ലെയിം തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അതിൽ കോംപ്രമൈസ് ചെയ്യാനോ. വിഡ്രോ എ സ്യൂട്ട് ഓൺ ബിഹാഫ് ഓഫ് ദി ഫേമിൻ്റെ ഏതെങ്കിലും സ്യൂട്ട് വിഡ്രോ ചെയ്യാനോ, ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനോ. ടു അക്വയർ എനി മൂവൽ പ്രോപ്പർട്ടി, ഏതെങ്കിലും മൂവൽ പ്രോപ്പർട്ടി വാങ്ങാനോ. എൻ്റർ ഇൻ ടു പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാനോ ഓൺ ബിഹാഫ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഇതൊന്നും പാർട്ണേഴ്സ് എന്തില്ല, എംപ്ലോയിഡ് അതോറിറ്റി ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ഇത് പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഉള്ള പ്രൊവിഷൻസാണ് പറഞ്ഞത്. അപ്പം പാർട്ണർഷിപ്പ് ഡീഡ്, അതുപോലെ പാർട്ണർഷിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അഗ്രിമെൻറ്റ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഒരിക്കലും തന്നെ കമ്പൽസറി അല്ല പ്രാക്ടീസ് പാർട്ണർഷിപ്പിൻ്റെ ടാക്സ് ഓഡിറ്റ് വേണ്ടി വരുന്ന ഫേമിൻ്റെ നിർബന്ധമായിട്ടുള്ള പറഞ്ഞു. 1 crore കൂടുതലുള്ള ബിസിനസ് ആണെങ്കിലും അതുപോലെ 25 lakh കൂടുതലുള്ള പ്രൊഫഷൻ ആണെങ്കിലും അഗ്രിമെൻറ്റ് ദെൻ ഈക്വലി ഫെയർ ആയിരിക്കണം. ഓഡിറ്റർ റിക്വയർഡ് ബുക്ക് കീപ്പിംഗ് വർക്ക്, ഹിസ് സ്കോപ്പ് ഓഫ് വർക്ക് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. റിട്ടേൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ദെൻ പാർട്ണർഷിപ്പ് ഡീഡ് ശ്രദ്ധിക്കേണ്ട കാര്യം നേച്ചർ ഓഫ് ബിസിനസ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡ്രോയിങ്സ്, ബോറോയിങ് പവർ, സാലറി ആൻഡ് റെമ്യൂണറേഷൻ, ക്യാപിറ്റൽ ഓഫ് ദി പാർട്ണർ, restriction on rights of a partner, basis of valuation of goodwill at the time of admission, retirement and death of any partner. Important provisions of Indian Partnership Act 1932. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കും, ഈക്വലി ആയിരിക്കും. അതുപോലെ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി റെമ്യൂണറേഷൻ, ഓൺലി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് 6%. Then goodwill is not included in assets. Losses and deficiencies paid first from profit, next out of capital, at last എന്ത് ചെയ്യുന്നു, പാർട്ട്നേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Then every partner has implied authority to bind for acts done in usual course of business. No partner has any implied authority to submit a dispute relating to business to arbitration, to open bank account, to compromise of claim, withdraw a suit on behalf firm, to acquire any movable property, and enter into partnership on behalf of partnership firm. ഇത്രയും കാര്യങ്ങളാണ് പാർട്ണർഷിപ്പിൻ്റെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്.